അപ്പോഴും മരിച്ചു എന്നോ ആത്മഹത്യാ ശ്രമം നടത്തിയെന്നോ പറഞ്ഞിട്ടില്ല. എപ്പോഴാണ് പിന്നെ മരിച്ചു എന്ന് അറിഞ്ഞത്? എപ്പോഴാണ് ഇവിടുന്ന് ആദിത്യന്റെ അച്ഛൻ അവിടെ ചെന്ന ശേഷം? അവരൊക്കെ പിന്നീട് നേരത്തെ ഞാൻ ഇന്നലെ രാത്രി 1 മണിക്ക് ഫോണിലാണ് കണ്ടത് എന്റെ മോൻ പോയെന്ന്. അതുവരെ ആരും എന്നോട് പറഞ്ഞില്ല. ഇപ്പോഴും മകൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് അമ്മ ഉറച്ചു. മകന് ചെയ്യും. എന്റെ കൊച്ച് ഇപ്പൊ ഡിറ്റക്ഷൻ ഉണ്ടായിരുന്നു, സ്കോളർഷിപ്പ് ഉണ്ട്. അവൻ അത്രയും കഷ്ടപ്പെട്ട് പഠിക്കണവനാണ്. അവൻ ഒരുപാട് 100 ആഗ്രഹങ്ങളും പറഞ്ഞാണ് പോണ. എന്റെ കൊച്ചു ചെയ്യൂലെന്ന് എനിക്കറിയാവോ? ആരെക്കാട്ടി എനിക്കറിയാവോ എന്റെ കൊച്ചു ചെയ്യൂല. ഒരപേക്ഷയുള്ളൂ, എന്റെ മോനായിരിക്കുന്ന അവസാനമായിട്ട് ഇനി ഒരു മക്കൾക്ക് ഇങ്ങനെ കൊടുക്കരുത്. ഹോസ്റ്റലിൽ അവരുടെ കൂട്ടുകാരെ വിളിക്കുമ്പോഴും ഫോണെല്ലാവരാണോ വാങ്ങിച്ചേക്കണം. എന്തിന് അവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ സമ്മതിക്കണില്ല അവരാരും. എല്ലാവർക്കും അറിയാം. ഈ മറ്റേ റാഗിങ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അവനെ കൊണ്ടാക്കിയ സമയത്തൊന്നും റാഗിങ് ഇല്ല. 4ാമത്തെ വർഷം പഠിക്കുന്ന കുട്ടികൾ പോലും അവനോട് സ്നേഹത്തിലാണ് എല്ലാ കുട്ടികളുടെയും പെരുമാറണം. റാഗിങ് എന്ന് പറയണില്ല. പക്ഷെ ഈ സാറ് ഇപ്പൊ ഓരോന്നൊക്കെ മെസ്സേജുകൾ പറഞ്ഞത് അയാള് ദുഷ്ടനാണ്, ഏതോ കൊച്ചിനെ വേറെ പിള്ളേരെ നിർത്തി അടുപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയണ ഹോസ്റ്റലില്. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയും. എന്റെ മോന് പോലും അറിഞ്ഞൂടെ ആയിരിക്കും, അല്ലെങ്കിൽ പറയുമായിരുന്നു എന്നോട്.